ഹലോ, ഇന്ന് നമുക്ക് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടു സ്നാക്ക് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ കിടിലൻ ബീഫ് ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറിയ പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ല പോലെ വാടി വരണം. അപ്പോൾ സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിലും കുറവ് ഗരം മസാല, അതായത് ഒരു പിഞ്ച് ഗരം മസാല ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബീഫാണ്. അപ്പോൾ 1 കപ്പ് ബീഫാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ബീഫ് ഇതുപോലെ ഒന്ന് പിച്ചെടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ 1 കപ്പ് ബീഫാണ് കേട്ടോ അത്. നമ്മൾ ചെറിയൊരളവിലാണ് ഇപ്പോൾ ഇവിടെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയും ബീഫും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാലയും ബീഫും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുത്താൽ മതി. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയും ബീഫൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിലാണ് ബീഫ് റോൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലൊന്ന് മുക്കിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ നീളത്തിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമുക്ക് റോൾ ചെയ്തെടുക്കാനൊക്കെ. ഇതിപ്പോൾ പൊടിഞ്ഞു പോകുന്ന ബ്രെഡാണ്, എന്നാലും കുഴപ്പമില്ല. ബ്രെഡ് നനഞ്ഞതുകൊണ്ട് നമുക്ക് ഏതുപോലെയും നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഫില്ലിങ്സ് ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഉരുട്ടിയെടുത്താൽ മതി. നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും, കാരണം ബ്രെഡ് സോഫ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ നമ്മൾ നനച്ചപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഉന്നക്കായുടെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രഷ് ബ്രെഡൊന്നും അല്ല, ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബ്രെഡ് നമ്മൾ വെള്ളത്തിൽ മുക്കിയോണ്ട് തന്നെ നല്ല നനവുണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റിയത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിനി മുട്ടയിൽ മുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് നനച്ചതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്തുകൊണ്ടാണ് ആദ്യം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം മുട്ടയിൽ മുക്കിയിട്ടാണ് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ നനവൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം നമുക്കിനി ഇതുപോലെ ഒരു ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടിയൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഒന്നും കൂടി ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്രെഡ് റോള് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, കാരണം ഫില്ലിങ്സ് കുക്കായതാണ്. പിന്നെ ബ്രെഡ് അധികം കുക്കാവാനൊന്നുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്താൽ എണ്ണ കുടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ബ്രെഡും ബീഫും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടു ഇഫ്താർ സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടാണ് പുറമെ ഇരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഫില്ലിങ്സ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫിന് പകരം നമുക്ക് ചിക്കൻ കൊണ്ട് ഇതുപോലെ തന്നെ ബീഫ് റോൾ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് കണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്